ഇത് നമ്മുടെ വെക്കേഷൻ സീരീസ് ആണ്. ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ വർഷം നമ്മുടെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും. മാഗി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ മൊഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറേ അധികം പ്ലാനുകൾ കഴിഞ്ഞ വർഷം ഉണ്ടെങ്കിൽ പോലും അതങ്ങോട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം വെക്കേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞ സമയത്താണ് നമ്മളിത് തുടങ്ങിയത്. എന്നാൽ വെക്കേഷൻ തുടങ്ങിയ സമയത്ത് തന്നെ എന്തായാലും ഇപ്പോൾ ഈ ഒരു സീരീസിൻ്റെ നമ്മുടെ വെക്കേഷൻ സീരീസ് 2.0 അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പല ഡിഷസും നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. നമ്മൾ നാച്ചുറലിയാണ് ഉണ്ടാക്കുന്നത്. ഇതേ കണ്ടോ, വളരെ മനോഹരമായിട്ടുള്ളൊരു കായലിൻ്റെ സൈഡിൽ ഇതേപോലെ ഒരു ഹട്ട് പോലെയൊക്കെ കെട്ടിയിട്ട് കണ്ട. ഇതാണ് നമ്മുടെ പിള്ളേർ ഇവിടെ ഇരിപ്പുണ്ട്. ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മളിത് ആക്ച്വലി ഹോമോ കൊണ്ട് ഉണ്ടാക്കുന്നതല്ല, ഇതെന്താണ് ചാർക്കോളാക്കുകയാണ് അല്ലേ? എന്തിനാണ് ചാർക്കോളാക്കുന്നത്? അൽഫാം, ചുട്ട കോഴി ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് ആക്ച്വലി ഇതിവിടെ ഇങ്ങനെ ഈ ചാർക്കോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഈ ഒരു ചാർക്കോൾ ആവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോയി മേടിക്കാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. എന്തായാലും ചുട്ട കോഴിയും ചപ്പാത്തിയാണ് ഇന്നത്തെ ആ ഒരു വിഭവം നമ്മൾ ഉണ്ടാക്കുന്നത്. ചപ്പാത്തി മേടിക്കാനായിട്ട് എന്തായാലും സൂപ്പർ മാർക്കറ്റിൽ പോകണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ ഒരു ചാർക്കോളും കൂടെ മേടിക്കാനുള്ളൊരു പ്ലാനാണ്. ഓൾറെഡി നമ്മൾ ചിക്കൻ എന്താ പറയുക കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു, എന്നാൽ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യാൻ ആദ്യം ചിക്കൻ വരയുന്നു. എന്തിനാണ് വരയുന്നത്? മസാല പിടിക്കാൻ. അപ്പോൾ നമ്മൾ ചിക്കൻ എന്തായാലും വരഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ ചിക്കൻ വരയുന്നത് വെച്ചാൽ മസാല പിടിക്കാനാണ് ഏടാ. അപ്പോൾ അതിനുശേഷം അതിലേക്ക് ഓൾറെഡി നമ്മൾ പേസ്റ്റ് ആക്കി വെച്ച സാധനമുണ്ട്. ഇതിൽ എന്തൊക്കെയായിരുന്നു? തക്കാളി, ഉള്ളി, കൊച്ചുള്ളി, മല്ലിയില, പുതിനയില, ഇഞ്ചി. ഓക്കെ, അതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇതേപോലെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ മുളക് പൊടി, അതേപോലെ തന്നെ ഇതെന്താണ്? ചിക്കൻ മസാല. ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഗരം മസാല, പിന്നീട് മാഗി ക്യൂബ്. ഇതിനകത്ത് എന്താ ഒന്നുകൂടി എന്തായിരുന്നു? ഗാർലിക്കും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോ എല്ലാം കൂടി ഒരു പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യും ഈ ഒരു സൊല്യൂഷൻ. അതിനുശേഷം ഈ തൈരും കൂടി വയ്ക്കും അല്ലേ? ഇതിലൊഴിക്കും. അതിനുശേഷം ഇതെല്ലാം കൂടിയാണ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത് ചെയ്യാം. നമ്മൾ അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർക്കുന്നു. മുളക് പൊടി, ജീരകം, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മാഗി ക്യൂബ്, ഇതെല്ലാം നമ്മൾ ഇതിൽ ചേർക്കുകയാണ്. തൈര് ഒഴിച്ചു കൊടുക്കുന്നു. മിക്സ് ചെയ്യണം. വീണ്ടും തൈര് ഒഴിക്കുകയാണ്. ഇനി നമ്മൾ വരഞ്ഞു വെച്ചേക്കുന്ന ചിക്കൻ ഈ പേസ്റ്റിലോട്ട് തട്ടിയിടുന്നു. ചിക്കനിൽ ഉള്ളിലോട്ട് നല്ല രീതിക്ക് നമ്മൾ മസാല തേച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ അതിന് ടേസ്റ്റ് കിട്ടില്ല. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള സമയം വെച്ച് നമ്മളിപ്പോൾ ഗ്രില്ല് ചെയ്യാനുള്ള അടുപ്പ് സെറ്റ് ചെയ്യും. ചിക്കൻ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഈ ചാർക്കോൾ നമുക്കിത് പോരാതെ വരും. അതുകൊണ്ട് തന്നെ അതേ അവിടെ വെട്ടിക്കൊണ്ടിരിക്കുവാണ്. ചെറിയ ആക്സൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ വെട്ടുന്നത്. വേണ്ട എടാ, കറക്റ്റ് ആ ഒരു ഭാഗം നോക്കിയിട്ട് വെട്ടടാ. ചില ഭാഗത്ത് എവിടെ കിടന്നു. ഒരു കാര്യം ചെയ്ത് നീ അതേപോലെ ഇനി കൊണ്ടിടും, അതാണ് നല്ലത്. ഇത് വലിയ തടിയാണല്ലേ. അങ്ങെടുത്താണ്. ഈ ചാർക്കോൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴത്തേക്കൊരു ലോങ് പ്രോസസ്സാണ്. പിള്ളേരെല്ലാം കൊണ്ടുവന്നിട് മതി ആക്ച്വലി. അതിട് അത് കുറച്ചുകൂടി ബെറ്റർ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ചാർക്കോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം ഒന്നും നടന്നില്ലെങ്കിൽ പോയിട്ട് മേടിക്കുക എന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ നമ്മളെന്തായാലും ഗ്രില്ല് വെച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് ഈ തീയൊന്നും കുഴപ്പമില്ലായിരിക്കുമല്ലോടാ. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് വെച്ച് ചിക്കൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് എടുത്ത് ആദ്യം
താഴെക്കൂടെ അങ്ങ് പോവല്ലേ. അതുകൊണ്ട് ആ സൂക്ഷിച്ച് ആ ഗ്രില്ലിൽ കറക്റ്റായിട്ട് വെച്ചാൽ മതി, സൂക്ഷിച്ച്. 3 കിലോ ചിക്കനാണ് ആക്ച്വലി ഇത്. 3 കിലോയുടെ ആവശ്യമില്ലാന്ന് തോന്നുന്നല്ലേ? ഇതിൻ്റെ ആവശ്യമുള്ളതെന്നല്ലേ? വെയ് ബാക്കി കേട്ടോ. കുറേ ചെറിയ കഷ്ണങ്ങളുണ്ടായിരുന്നു, അതാണ് മെയിനായിട്ട്. എടാ ആ ചട്ടി ഒന്ന് കാണിച്ചേ. അത്രയും മസാല വെറുതെ പോയല്ലേ? കറക്റ്റ് പിടിച്ചില്ല, അതാണ് കാര്യം. ആവശ്യം പോലെ മസാല വെറുതെ പോയി. ഇത്രയും മസാലേൻ്റെ ആവശ്യമില്ലായിരുന്നു, അതാണ് കാര്യം. അപ്പോൾ ആവശ്യത്തിന് മാത്രം മസാല ഇടുക, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി. എന്തായാലും ചിക്കനൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്, ആ ഒരു ചെറിയ ചൂടിൽ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുക. വേവട്ടെ. അപ്പോൾ ചിക്കൻ എവിടെയെന്ന് വേവട്ടെ. അപ്പോൾ ഇവിടെ നമ്മുടെ കൂടെ ഉള്ള ആരൊക്കെയെന്ന് നോക്കാം. ആദ്യം കുഞ്ഞിൻ്റെ പേര് പറ, ഒറിജിനൽ പേര് പറ. അതിഥി, ആ ആദിദേവ്, സമർത്ഥ, അയ്യോ, അഭിനവ്, യദു, ആദിത്യൻ, സംഗീത്, അർജുൻ. ഓക്കെ. അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. ഇതല്ല വേറെ കുറേ പേരുണ്ടല്ലേ? അവയില്ലല്ലോ. അനന്ത് വന്നില്ല, പിന്നെ വേറെ ആരാണ്? നമ്മുടെ ദേവ് വന്നില്ല, അബി വന്നില്ല, മണിക്കുട്ടിനെ വിളിച്ചില്ലല്ലേ? മണിക്കുട്ടിനെ വിളിച്ചില്ല. അപ്പോൾ അവരെയൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിൽ കൊണ്ടുവരാം. എന്തായാലും ഇതിപ്പോൾ നമ്മൾ ഇതായിട്ട് തീർക്കുന്നില്ല. വീണ്ടും പല പല ഡിഷസുകൾ നമ്മളിങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതാണ്. എന്തായാലും ഇത് നമ്മൾ ഒരു രസമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ പ്രോപ്പറായിട്ട് കുക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കാരണം ഇതിൻ്റെ ക്വാണ്ടിറ്റി, നിങ്ങൾ ക്വാണ്ടിറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ അല്ലേ? അതാണ്. പക്ഷേ എന്തൊക്കെയാണ് ചേർക്കാനുള്ളതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അത് പറഞ്ഞിട്ടില്ല കേട്ടോ ആദ്യം, അത് പറഞ്ഞിട്ടില്ലായിരുന്നോ? എന്തൊക്കെയാണ് ചേർക്കാനുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ? അപ്പോൾ അത് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ചിക്കൻ ഇങ്ങനെ അൽഫാം അല്ലേ, അൽഫാം ഉണ്ടാക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് മിക്സ് ചെയ്യാനുള്ളതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇതിന് എത്ര നേരം ഇങ്ങനെ വെച്ചേക്കണമെന്നല്ലോ ഉണ്ടോ? അറിയോ? എത്ര നേരം? 1 മണിക്കൂറോ? ഓടെ എങ്ങോട്ട് 1 മണിക്കൂർ വെച്ചേക്കണോ? ആണോ? ഓക്കെ. എടാ ജസ്റ്റ് ഒരു പീസ് എടുത്ത് തിരിച്ചൊന്ന് നോക്കിയടാ. എണ്ണ വെക്കണോ എന്നല്ലേ അവിടെ? ഓ, അല്ലെങ്കിൽ ഇതുപോലെ ഒട്ടും കേട്ടോ, അതൊരു പണിയാണ്. തിരിച്ചിട്ടോ? അല്ല തിരിച്ചിടണ്ട, കുറച്ചുകൂടെ ആവട്ടെ അല്ലേ? എനിക്കൊന്ന് ഈ സൈഡിൽ പെട്ടെന്ന് വേവേ, കാരണം ഇവിടെ നല്ല കനല. ഏതായാലും ഇത് നിങ്ങൾ തന്നെ കഴിക്കും. ആദ്യം പറഞ്ഞത് മാക്സിമം പിള്ളേർ വരണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷെ ദൈവം ചുമ്മയാണാ. കട്ട് ചെയ്ത് കളയണോ? കട്ട് ചെയ്ത് കളയാവേ. ഏത് മോനു വന്നാ? ഈ മോനോ? എടാ മോനെ, നിന്റെ പേരെന്തായിരുന്നു? ഒറിജിനൽ പേരെന്തായിരുന്നു? സമർത്ഥ്. വായിക്കൊള്ളാതെ വേണ്ട. ഇതൊക്കെ എല്ലാം എൻ്റെ ചേട്ടന്മാരുടെ മക്കളാണ് കേട്ടോ. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് പിന്നെ വെറുതെ ഒരു രസത്തിന് ഇങ്ങനെ അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. അതാണ് പിറകെ വൈബാണ് കണ്ടോ. അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി പറഞ്ഞത് ഈ ഒരു പ്രോപ്പർട്ടി ജസ്റ്റ് ഒന്ന് ഈ ഒരു കായലിൻ്റെ സൈഡിൽ ഇങ്ങനെ വൃത്തിയാക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഇവന്മാരാണ് ഇത് ഇതുപോലെ ഒരു ഹട്ട് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചു. സോ മഴ പെയ്താലൊന്നും നനയത്തില്ലായിരിക്കും, ഇല്ലല്ലേ? പക്ഷെ നല്ല രസമുണ്ട്. എന്തായാലും ഇത് കഴിഞ്ഞാലും ഞാൻ മിക്കവാറും ഇവിടെ വന്ന് നിന്ന് വർക്കൊക്കെ ചെയ്യും. നേച്ചറായിട്ട് ഇൻവോൾവ് ആയി. എന്തുവാ? പലതും പറയും. ഇതെന്തുവാണ് ഇത്? ബ്ലഡ് പോകുന്നല്ലേ? അപ്പോൾ തിരിച്ചിടാൻ പോവാണ്. അതിന് മുമ്പേ തിരിച്ചിട്ടു. സൂക്ഷിച്ചേ അല്ലെങ്കിൽ പോവും. എടാ വലിയ കഷ്ണങ്ങളെല്ലാം ഇങ്ങോട്ടാക്കടാ. ഈ ഒരു കണ്ണലിൻ്റെ കൂടിയ കണ്ണലിൻ്റെ അടുത്തോട്ടാക്ക്. അതൊന്നും വെന്തില്ലല്ലോ. ഇല്ലല്ല, അങ്ങനെ കാര്യത്തൊന്നുമില്ല. ഏത് വെട്ടി? പറഞ്ഞില്ലായിരുന്നു ഞാൻ നേരത്തെ? ഞാൻ പറഞ്ഞല്ലോ.
ചിക്കോന്റെ കാലിലേക്ക് ഷെഫാദി കൊണ്ട് തെളിച്ചെന്നാണ് തോന്നുന്നത് കേസ്. അയ്യോ അതിന്റെ ബുക്ക് എടാ അത് പോയടാ, അത് പോയി. അല്ല ആ പോയി. ആ ഇനി സൂക്ഷിച്ച് വെക്കണേ, അത് കുഴപ്പമില്ല, ഇനി പോട്ടെ. ചിക്കൻ കാര്യം വന്നപ്പോഴാണ് പാക്ക വന്നു. ഇതിപ്പോ പലതും ഇതിപ്പോ പോയനെ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ഇതിപ്പോ പല പീസുകളും പോവാണ് കേട്ടാ. എടാ കൈ വെച്ചൊന്നും പിടിക്കാതെ, ചൂടാണ്. നമ്മളടുത്ത് കൈയുണ്ട്. ആ വേവുന്നുണ്ടാടേ. അത് വെന്തില്ല. ഓക്കെ, വെരി ഗുഡ്. ഇത് വെന്ത് എടാ അതൊക്കെ മറിച്ചിട്ടാണ്, അതൊക്കെ ഇങ്ങോട്ട് വെക്കേ. ഇത് മറിച്ചിട്ടില്ലടാ. നമ്മൾ ആദി ഷെഫ് സ്പൂണൊക്കെ വെച്ച് എടുക്കാൻ. ആദി ഷെഫ് അല്ല, ഷെഫ് ആദി. ഷെഫ് ആദി, അൽഫാം ഷെഫ് ആദി, അൽഫാം സ്പെഷ്യലിസ്റ്റ്. അത് മനസ്സിലായി, അതുകൊണ്ടാണ് അടിയിലിട്ടത്. അവിടെ കണ്ണിലില്ലടാ, അതാണ് ഇതേപോലെ ഒന്നുകൂടെ ചെയ്യണം. തിരിച്ച് മറിച്ച് വീണ്ടും ചെയ്ത് അങ്ങനെ 2-3 ഇതെല്ലാം ഹോള് വലുതായത് കൊണ്ട് തന്നെ കണ്ടോ, എല്ലാ ചിക്കൻ പീസും അങ്ങ് താഴെ പോയി. എടുക്കാൻ നോക്കണ്ടേ, അത് ഫുള്ള് ചാമ്പാല അവനെ. ഏടാ അവിടെ ഇരിക്കട്ടെ. അത് ഇതും 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 എനിക്കിത് നിങ്ങൾക്ക് ഒന്നും വേണ്ട. എനിക്ക് എല്ലാം ഇത് എനിക്ക് എനിക്ക് അയ്യോ റെക്കോർഡില് ചെയ്തറാ. ഇപ്പോഴേ ബുക്ക് ചെയ്തോണ്ടിരിക്കുവാണ്. ഞാൻ ബുക്ക് ചെയ്തു. സായിപ്പാവന്റെ പോയി. സ്വീറ്റിന്റെ മോനാ. സൈത്ത് സൈത്തിന്റെ പോയി. നീ ആരുടെ പോയി? ഞാൻ അച്ഛന്റെ പോയി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് ഇത് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. നമ്മുടെ ചപ്പാത്തി ആക്ച്വലി കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നത് ആദ്യം പൂത്തതായിരുന്നു. ഇപ്പോൾ എന്തോ ഏടാ പുതിയതെന്നാ? അത് ഏതാ ഡേറ്റ്? നാളെ എക്സ്പയർ ആവുന്നതായിരുന്നു ഇവന്മാർ ആദ്യം വാങ്ങിച്ചുകൊണ്ട് വന്നത്. പക്ഷേ എന്നാൽ പോലും അത് പണി കിട്ടി, അതാണ് പൂത്തു. മാറ്റി തന്നിട്ട് മാറ്റി വെച്ചാണ് തന്നത്. ആ നല്ല ടീം എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ ഒരെണ്ണം അവർ തന്നിട്ടുണ്ട്. ഏതാ ചേട്ടനോ? ആ ഓക്കെ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇനി എന്തായാലും കുക്ക് ചെയ്യുന്നത്, അത് ചപ്പാത്തിയും കൂടെ ചുടുന്നത് പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ കൊണ്ടുപോയിട്ട്, വല്യമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കുഞ്ഞാറ്റ ചുട്ടുകൊണ്ട് വരും. സോ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എടാ ആഷസ് ഇങ്ങോട്ട് മുകളിലോട്ടാക്കാതെ, ആ അപ്പോൾ പതുക്കെ ഓക്കെ. അപ്പോൾ ഓൾമോസ്റ്റ് വെന്തെന്നാണ് ഇവന്മാർ പറയണത്. എനിക്കിതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ കൂടുതൽ അറിയത്തില്ല എന്തുവാണെന്നുള്ളത്. അപ്പോൾ എടുത്ത് മാറ്റി വയ്ക്കുമല്ലേ? ഓക്കെ, ഓരോന്നായിട്ട് വയ്ക്കും. കൈയൊന്നും പൊള്ളത്തില്ലേടേ, അതും വെന്തില്ല. അത് വെന്ത് ഉള്ളു വെന്തത്. അത് എന്തല്ലേ എന്തോ എനിക്കറിയാമല്ല. നിൽക്കുകയാണിങ്ങനെ കൊഴുവാണ് എണ്ണയായിട്ട് വരുന്നത്. എൻ്റെ അകത്ത് എണ്ണ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ദേ ഇവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് പീസും കൂടെ എടുത്തിട്ട് ഓക്കെ, എല്ലാം സെറ്റായിട്ടുണ്ട്. ഒരു പ്ലേറ്റ് നിറച്ച്. യെസ്, ഇനി ചപ്പാത്തിയും കൂടെ അത് കുഞ്ഞാറ്റ കൊണ്ടുവരും. ഇതേ അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും അതേപോലെ തന്നെ ചുട്ട കോഴി അൽഫാം
ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവർക്ക് കഴിച്ചോളാൻ വയ്യാതിരിക്കുവാണ്. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ച് നിർത്തിയേക്കുവാണ്. ആദ്യമേ അതേ പീസ് അവരുടെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റെഡിയാണോ? ആ, തീറ്റ മനസ്സിലല്ല, പക്ഷേ നിങ്ങളുടെ ആ ഒരു ഇത് കണ്ടിരിക്കാൻ അങ്ങനെ തോന്നുന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ അതൊക്കെ കഴിച്ചാൽ മതി. നിങ്ങളൊക്കെ തന്നെ, വേറെ ആരും കൊണ്ടുപോകുന്നില്ല. എങ്ങനെയുണ്ടോടെ? ഇത് ആക്ച്വലി ഇതിൻ്റെ മസാല എല്ലാം റെഡിയാക്കിയത്, അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയൊക്കെ അമ്മയാണ് റെഡിയാക്കിയത്. പിന്നെ ഇത് പുരട്ടിയത് ഇവനാണ് എന്തായാലും ആദ്യമാണ് ആക്ച്വലി ഈ ഒരു സാധനത്തിൻ്റെ റെസിപ്പി കൊണ്ട് വന്നത്. ആരെ കുഞ്ഞാട്ടെ? നീ എനിക്കറിയാം. ഇത് ആരൊക്കെയായിരുന്നു പുരട്ടിയത്? ആരൊക്കെയായിരുന്നു? ഞാൻ ആക്ച്വലി ആ വീഡിയോ കണ്ടില്ല. എല്ലാവരും ചെയ്തല്ലേ? ആ, ഓക്കെ. ആ, അതാണ് അമ്പാടി ആയിരുന്നു ആക്ച്വലി ക്യാമറ എടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ സ്ഥലത്തില്ലായിരുന്നു, അതാണ് കാര്യം. ഇത് 1 മണിക്കൂർ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നല്ലേ, മസാലയൊക്കെ പുരട്ടിയിട്ട്? ഓക്കെ. അപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാവരും അവിടെ നിന്ന് ഫുഡ് നല്ല രീതിക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിക്കട്ടെ. അവർക്ക് വേണ്ടിയാണ് ആക്ച്വലി ഇതൊക്കെ, ഇതുപോലൊരു വ്ളോഗുകൾ അല്ലെങ്കിൽ ഈ ഒരു സീരീസ് തന്നെ ഇവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വേറെ ആർക്കും കൊടുക്കുന്നില്ല. വേറെ ആർക്കും കൊടുക്കാനായിട്ടില്ല. ഇവർ എന്നെ ഫുള്ള് കഴിക്കുമെന്നാണ് പറയണത്. കണ്ടോ? ഇനി എന്താണ് സംഭവം എന്നറിയത്തില്ല, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്കായിട്ട് അറിയിക്കണേ. കൂടാതെ അഭിപ്രായങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് വീഡിയോയുടെ കമൻ്റ് ആയിട്ടുള്ളൂ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ. ഒരു ബൈ എങ്കിലും പറയടേ. ആ, ഓക്കെ, ബൈ.